ഉറപ്പായും ക്രിസ്തുവിന്റെ ജീവൻ ദൈവസഭയിൽ, ശുശ്രൂഷയിൽ, ദേശത്തിൽ വ്യാപരിക്കണം. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ മക്കളെ? അതൊരു ചെറിയ വെളിപ്പാടല്ലത്. അതൊരു ചെറിയ റെവലേഷൻ അല്ല പൗലോസ് പറഞ്ഞത്. ഈ വാസ് എ മർഡർ. കുലപാതകനായിരുന്നു ഇത് എഴുതിയ ആള്. ഹല്ലേലൂയ. ലോകത്തിന്റെ വഴികളിൽ നടന്നവനായിരുന്നു. സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവനായിരുന്നു. അത്ര നീചനായിരുന്നു. ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്നത് ഒളിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച ഹൃദയമുള്ളവനായിരുന്നു ഈ പൗലോസ്. ആ മനുഷ്യൻ പറയുകയാണ്, ന്യായപ്രമാണം എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ, ന്യായപ്രമാണം എന്നെ ഹൃദയകാഠിന്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ആത്മാവ് എന്നെ ജീവിപ്പിച്ചു. ഇതിനകത്ത് വിശ്വസിക്കുന്നവരോട് പറയുന്നു, നീയും വിശ്വസിച്ചോ. ഈ ജീവൻ നിന്റെ മേളിലും വ്യാപരിക്കാൻ ഇടയാകും, നിന്റെ തലമുറകളുടെ മേൽ. ഇത് ചെറിയൊരു കാര്യമല്ല. എല്ലാ പാരമ്പര്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് കർത്താവെ പ്രാർത്ഥിക്ക്. ജീവിപ്പിക്കുന്ന ആത്മാവ് ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു ജനറേഷനെ വീണ്ടും ജീവിപ്പിക്കട്ടെ. എന്റെ ആരാധനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എന്റെ ശുശ്രൂഷയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എന്റെ പ്രാർത്ഥനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടോണ്ടല്ല, ഈ സംസ്ഥാനത്തിന്റെ മേളിൽ ക്രിസ്തുവിന്റെ ജീവൻ. പ്രവാചകനായ എഹെസ്കേൽ പറയുകയാണ് 47-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എന്നാൽ ഇനി നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്നല്ല, ജീവിച്ചിരിക്കും. എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഹല്ലേലൂയ. ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായിട്ട് സകലവും ജീവിക്കും. പിണങ്ങിയിരിക്കാതെ, പാരമ്പര്യം പറഞ്ഞിരിക്കാതെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആത്മാവ് ജീവിപ്പിക്കും. എനിക്കതിൽ 100% ഉറപ്പുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, പരിശുദ്ധാത്മ പ്രവൃത്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആരാധനാലയങ്ങളിൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് ഈ മൈക്ക് കൈമാറിയാൽ അവർക്കെല്ലാം പറയാൻ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവമാണ്. മക്കളെ, നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ, മനസ്സുകൊണ്ട് നമ്മളൊരു ക്രിട്ടിസൈസിങ് മൂഡിലേക്ക് പോയാൽ, നമ്മളൊരു ജഡ്ജായി മാറിയാൽ നമുക്കൊരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ നദികൾ ഒഴുകും. കർത്താവിനെ അനുഭവിച്ചവർക്കേ അത് പറ്റുള്ളൂ. എന്ത് ത്യാഗം സഹിക്കാൻ, എന്ത് കഷ്ടത സഹിക്കാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും, ഒഴുകും. ഇത് ഒരു സഭാ ഹോളിനകത്ത് കെട്ടിക്കിടക്കുന്ന അല്ല, ഇത് ഒരുത്തന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന അല്ല, ഇതൊരു പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന പ്രസ്താവനയല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു പ്രസ്താവന ഇറക്കിയാൽ നിന്നു പോകുന്നതല്ല, ഇത് ഒഴുകുന്ന നദിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം ഇവിടെ വന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഇത് ജെറുസലേമിൽ ഒഴുകിയ നദിയാണ്.
ഇത് പെന്തിക്കോസ് നാളിൽ വെളിപ്പെട്ട നദിയാണ്. ഈ നദി അവിടെ ഒഴുകിയോളായിരുന്നെങ്കിൽ, ഈ ഒഴുകിയ നദി അവിടെ കൊണ്ട് നിന്നു പോയിരുന്നെങ്കിൽ, വറ്റിപ്പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിത് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു കൂട്ടത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇത് വിശ്വസിക്കുന്നവന് വേണ്ടി ഒഴുകുന്ന നദിയാണ്. Who believe today? Who believe? ഇതിനകത്ത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ആർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? വിശ്വസിക്കുന്നവനിലേക്ക് ആത്മാവിന്റെ നദിയെ ഒഴുക്കുവാൻ ദൈവം തയ്യാറാണ്. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇരുളായിരുന്ന ഭൂമിയിൽ, ശൂന്യമായിരുന്ന ഭൂമിയിൽ, ആഴത്തിൽ ഇരുളായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എവിടെങ്കിലും നിങ്ങൾ എംപ്റ്റിനെസ് അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്തിലെങ്കിലും നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു പാഴാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? വാ തുറന്ന് നീ ദൈവത്തോട് പറയണം, പരിശുദ്ധ ആത്മാവേ, നീ എൻ്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ തലമുറകളുടെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ കുടുംബത്തിന്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ മുകളിൽ ഒന്ന് പരിവർത്തിക്കണം. പരിവർത്തിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതുപോലെ ദൈവാത്മാവ് പരിവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കുക, ജീവജാലങ്ങളെ നോക്കുക, എത്ര അതിശയകരമാണ്, എത്ര അത്ഭുതകരമാണ്. പക്ഷെ ഈ ഭൂമിയുടെ സ്ഥിതി അതല്ലായിരുന്നു. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു, ഈ ഭൂമിയിൽ ഇരുളായിരുന്നു. പക്ഷേ ഈ കാണുന്ന മനോഹരമായ പ്രപഞ്ചം ഉണ്ടായി വന്നതിന്റെ പിറകിൽ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് വെള്ളത്തിനു മീതെ. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കേരള സംസ്ഥാനത്തിന് മീതെ, ഈ ഭാരതത്തിനകത്ത്, എന്റെ വീട്ടിനകത്ത്, എന്റെ സഭയുടെ മേളിൽ, എന്റെ തലമുറകളുടെ മേളിൽ വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിക്കട്ടെ. സകലതും പുതുതാകണമോ? സാഹചര്യങ്ങൾ മാറണമോ? നിന്റെ മേളിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിട്ടുകൂട്, പരിവർത്തിക്കട്ടെ. വാ തുറന്നു പറ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന് മീതെ പരിവർത്തിച്ച പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന, ഗിദെയോന്റെ മേളിൽ വെളിപ്പെട്ട, ശിംശോന്റെ മേളിൽ ഇറങ്ങി വന്ന, അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, സഭയുടെ മേൽ, ദേശത്തിന്റെ മേൽ പരിവർത്തിക്കണമേ, പരിവർത്തിക്കണമേ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ദൈവമാണ്. ആ ദൈവം തമ്പുരാൻ എനിക്കിച്ചിരി ജ്ഞാനം തരണേ, എനിക്കിച്ചിരി വിസ്ഡം തരണേ എന്ന് ചോദിച്ച ശലോമോന് അതിലൊരു ഇച്ചര എടുത്തു കൊടുത്തു. കുറച്ച് ഇച്ചര കൊടുത്തപ്പോൾ പുള്ളി നമ്പർ 1 ആയി മാറി ഭൂമിയിൽ. ശലോമോനേക്കാൾ ജ്ഞാനമുള്ളവൻ ഭൂമിയിൽ ഒരുത്തനും ഇല്ലാതായി മാറി. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ സ്റ്റെപ്പുകൾ, ദൈവത്തിന്റെ മൂവ്മെന്റുകൾ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളത്തിനു മീതെ ആത്മാവ് പരിവർത്തിക്കുന്ന സമയത്ത്, ദൈവ സാന്നിധ്യം നിൽക്കുന്ന സമയത്ത്, 3-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ വാ തുറന്നു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. ആത്മാവ് ചലിക്കുമ്പം നീ വാ തുറക്കാങ്കിൽ അത് ക്രിയേറ്റഡ് ആയി വരും. ദൈവിക ജ്ഞാനം, ആ ദൈവിക വിസ്ഡം നിനക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രഖ്യാപനങ്ങൾ ഫലകരമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഫ്രൂട്ട്ഫുൾ ആകുന്നത്, ഫുൾഫിൽ ആകുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് നിൽക്കുമ്പോൾ പറയണം.
ദൈവം ഉപയോഗിച്ച അഭിഷിക്തന്മാരെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രസൻസിൽ നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ വർഷിപ്പ്, ആരാധന ദൈവത്തിൻ്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും ശരിക്കും വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ആരാധന, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. ഈ വർഷിപ്പൊക്കെ ചെയ്ത ആ പ്രസൻസിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയെന്ന്. ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പം നമ്മൾ പറയുന്ന ഡിക്ലറേഷൻ ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ടാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങയാണെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ നിൽക്കുമ്പം യേശു വന്ന്, ലൂക്കോസ് 5:1 എഴുതിയിട്ടുണ്ട്, ആ തടാകത്തിൻ്റെ കരയിൽ യേശു കർത്താവ് വന്നിട്ട് നിന്റെ പടക ആഴത്തിലേക്ക് ഇറക്കി വല വീശാൻ പറഞ്ഞു. പുള്ളി അത് ചെയ്തു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അവന് വല പൊക്കാൻ പറ്റാതെ വന്നു. കൂട്ടാളികളെ മാടി വിളിക്കേണ്ടി വന്നു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, ആശ്ചര്യത്തോടെ നിൽക്കുക, പ്രസൻസ് ഇങ്ങനെ നിൽക്കുക. ആ മൂവിൽ കർത്താവ് പറഞ്ഞു, ഫോളോ മീ. നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. ബ്രദറെ, അത് പിറ്റേ ദിവസം പറയാനിരുന്നെങ്കിലോ? പത്രോസായ ആ മിറക്കുലസ് പ്രസൻസിൽ നിൽക്കുമ്പോൾ പറയേണ്ട സാധനം പറയേണ്ട മൂമെന്റിൽ യേശു പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന സമയം, ചിലർ ആ സമയത്ത് കരയും, ചിലർ ആ സമയത്ത് ശരീരം അവർക്കത് ഫീൽ ചെയ്യും. ആ ഫീല് ചെയ്യുന്ന ടൈമില് വാ അടച്ച് നിൽക്കാതെ നിന്റെ മക്കളെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, ദേശത്തെ നോക്കി, ലൈഫിനെ നോക്കി, സഭയെ നോക്കി ചിലതൊക്കെ വാ തുറന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടായി വരും. വിശ്വസിക്കുന്നവർ എത്ര പേരിനകത്തിരുന്നെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തത് ഉണ്ടായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് ആ ക്രിയേറ്റീവ് മിറക്കിൾ സംഭവിക്കും. ആ കരങ്ങളൊന്ന് അടിച്ച് ആത്മാവിലൊന്ന് സ്വീകരിച്ചത്, ചിലതൊക്കെ വാ തുറന്നൊന്ന് പ്രഖ്യാപിച്ച്, അധരങ്ങൾ തുറന്ന് പ്രഖ്യാപിച്ച്, കള്ള പിശാചേ നിന്റെ സകല പദ്ധതികൾ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. മുഴുവൻ വീട്ടിനകത്തും സമൃദ്ധി ഉണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ദൈവം. ഏറ്റവും വലിയ വിഷ്ണുള്ളത് ആരാണ്? ദൈവം. യേശു. ശലോമോനേക്കാൾ വലിയവൻ യേശു. ആ ദൈവം ആത്മാവ് വെള്ളത്തിന്റെ മീതെ ചലിക്കുന്നെന്നറിഞ്ഞപ്പോ വായും പൂട്ടി ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. വാ തുറന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞു. അടഞ്ഞുപോയ സകല വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഫൈനാൻഷ്യൽ ഏരിയയിലൊക്കെ ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നിന്റെ സ്പിരിച്വൽ ലൈഫ് അപ്ലിഫ്റ്റഡ് ആകട്ടെ. യേശു കർത്താവ് യെരിഹോവിലൂടെ കടന്നുപോയില്ലേ? ഈ തിമായിയുടെ മകനായ ബർത്തിമായി ആളുകൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ആലറിക്കൂവി വിളിച്ചില്ലേ? മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചിട്ടും ഈ പുള്ളി ആലറിക്കൂവി വിളിച്ചില്ലേ? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമെന്ന്. അതിനകത്ത് ഒരു റീസൺ ഞാൻ പറയാം. ദൈവം അവനെ കൊണ്ട് അത് ജയിച്ചതാ. യേശു കർത്താവിൻ്റെ ഏറ്റവും അവസാനത്തെ യെരിഹോവിലൂടെയുള്ള യാത്രയായിരുന്നത്. അവന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. അത് അവൻ അങ്ങ് ഉപയോഗിച്ചു. എന്റെ ഭാഷ പറഞ്ഞ ഒരുത്തനെ നോക്കിയില്ല. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ ഉണ്ടാകണമേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ.
യേശുവേ